ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നവീകരിക്കപ്പെടേണ്ട, വിശുദ്ധീകരിക്കപ്പെടേണ്ട, ധൈര്യത്തോടെ മുന്നോട്ട് പോവേണ്ട, പ്രതീക്ഷയിൽ ജീവിക്കേണ്ട, പ്രകാശത്തിൽ നിറയേണ്ട ഒരു പുതിയ ആത്മീയ ഉണർവിൻ്റെ പേരാണ് പരിശുദ്ധാത്മാവ്. പെന്തക്കോസ്ത അനുഭവങ്ങൾ. ഇനി തുറവികളുണ്ടാവട്ടെ, ഐക്യമുണ്ടാവട്ടെ, ധൈര്യമുണ്ടാവട്ടെ. വചനങ്ങൾ ഇനി എല്ലാ മനുഷ്യരുടെ കാതുകളിലും ഹൃദയത്തിലും പതിക്കട്ടെ. വാഗ്ദാനത്തിൻ്റെ പൂർത്തീകരണമാണ് ഈ പെന്തക്കോസ്ത. ഞാൻ പോകുമ്പോൾ നിങ്ങൾക്കൊരു പരിശുദ്ധാത്മാവിനെ, അതിനേക്കാൾ ഏറെ പറയുന്നൊരു വാക്ക് സഹായകനെ അയക്കപ്പെടും എന്നുള്ളത് മാത്രം വിശ്വാസത്തിൽ നമുക്കെടുക്കാം. ഇതാ സഹായകൻ നമ്മളെ ജീവിതത്തിൽ അനുഗ്രഹമായി രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതൊരു ധൈര്യത്തിൻ്റെ ആത്മാവാണ്, കൃപയുടെ ആത്മാവാണ്, പ്രകാശത്തിൻ്റെ ആത്മാവാണ്, പ്രതീക്ഷയുടെ ആത്മാവാണ്, ശക്തിയുടെ ആത്മാവാണ്, വിശുദ്ധിയുടെ ആത്മാവാണ്. ഓരോ മനുഷ്യരും എന്നും നവീകരിക്കപ്പെട്ട് ജീവിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്ന ദിനം കൂടിയാണിത്. പരിശുദ്ധാത്മാവും തീനാളങ്ങളിൽ അഗ്നിനാളങ്ങളായി അപ്പോസ്തലന്മാരിലേക്ക് ഇറങ്ങി വന്ന വലിയൊരു ചിത്രം പലപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ മായാതെ നിൽക്കുന്നുണ്ട്. ബുദ്ധിയെ പ്രകാശിപ്പിക്കേണ്ട ഒരു ആത്മീയ ശക്തിയാണത്. എൻ്റെ ഹൃദയത്തെ വിശുദ്ധീകരിക്കേണ്ട ഒരു ആത്മീയ ശക്തിയാണത്. പലപ്പോഴും മാനുഷികമായ എൻ്റെ കഴിവുകളിലും ബലത്തിലുമൊക്കെ ഞാനിങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ എൻ്റെ ഹൃദയത്തെയും മനസ്സിനെയും ചിന്തകളെയും ഒക്കെ ഒന്നുകൂടി നിർമ്മലമാക്കി, വിശുദ്ധമാക്കി, പവിത്രീകരിച്ച് ആത്മീയതയുടെ പന്താവുകളിലൂടെ നടത്തുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി തുറവിയുടെ ദിനങ്ങളാണ്. ഭയപ്പെട്ടടഞ്ഞിരുന്ന മനുഷ്യർ, വിവിധ ഭാഷകൾ സംസാരിച്ചിരുന്ന മനുഷ്യർ, ദൈവത്തോളം എത്തപ്പെടുവാൻ അഹങ്കാരത്തിൻ്റെ ഗോപുരങ്ങൾ നിർമ്മിക്കുവാൻ ഇഷ്ടപ്പെട്ട മനുഷ്യർ, ചിതറിക്കപ്പെട്ടു പോയ മനുഷ്യർ ഇനി ഒന്നിക്കട്ടെ. എല്ലാവർക്കും അവരവരുടേതായ ഭാഷകളിൽ മനസ്സിലാകുവാനും ഗ്രഹിക്കുവാനും സാധ്യമാവട്ടെ. ആൾഭേദ വ്യത്യാസങ്ങളില്ലാതെ സമ്മേളിക്കുന്ന മനുഷ്യർക്ക് സമാധാനവും സന്തോഷവും അനുഗ്രഹപൂരിതമായി ലഭ്യമാകട്ടെ. പരിശുദ്ധാത്മാവ് നിറയുന്ന ഇടങ്ങളൊക്കെ സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, സുഹൃതങ്ങളുടെ ഇടങ്ങളാണ്. വിശുദ്ധീകരിക്കപ്പെടുന്ന അനുഭവത്തിൻ്റെ പേരാണത്. അവിടെ സ്വാർത്ഥതയില്ലാതെ സ്നേഹത്തിൽ മാത്രം മനുഷ്യർക്ക് ജീവിക്കുവാനും പ്രവർത്തിക്കുവാനും പങ്കുവെക്കുവാനും സാധിക്കുന്നൊരിടത്തിൻ്റെ പേരാണത്. ഇതുവരെ അടഞ്ഞിരുന്ന മനുഷ്യരും, ഭയപ്പെട്ടിരുന്ന മനുഷ്യരും, ജീവിതത്തിൻ്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ട മനുഷ്യരുമൊക്കെ പ്രകാശത്തിലേക്ക് പ്രചോദിക്കപ്പെട്ട് ജീവിക്കുവാൻ പ്രേരിക്കപ്പെടുന്ന ഒരു നിമിഷത്തിൻ്റെ പേരാണത്. അടഞ്ഞ വാതിലുകളിന് തുറക്കപ്പെടും. കൂടി നിന്ന മനുഷ്യരോട് ഭയമില്ലാതെ സംസാരിക്കുവാൻ പാടവങ്ങളുണ്ടാവും. പറയുന്ന വാക്കുകൾ കർത്തവും വ്യാപ്തിയും ആഴവും ഉണ്ടാവും. അത് പതിക്കുന്ന ഹൃദയങ്ങൾക്കെല്ലാം മനസ്സിലാക്കുവാൻ പാകത്തിൽ ശക്തിയും വിശുദ്ധിയും ഉണ്ടാവുന്നുണ്ട്. ആത്മാവിൻ്റെ തേജസ്സും ഓജസ്സും നിറഞ്ഞു നിൽക്കട്ടെ. വീണ്ടും വീണ്ടും വിശ്വാസത്തെ നവീകരിക്കുവാൻ, ജീവിതത്തെ നവീകരിക്കുവാൻ പെന്തക്കോസ്ത അനുഭവങ്ങൾ എന്നും ഉണ്ടാവട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളെ നടത്തുകയാണ്. ഇതൊരു ശക്തി ജീവിതത്തിൽ നമുക്ക് വേണ്ടി ദൈവം തന്നതാണെന്ന് വ്യക്തമാക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആത്മാവിൻ്റെ ശക്തിയാണ്, ജീവിതത്തിൻ്റെ പ്രേരണയാണ്, ജീവിക്കുവാനുള്ള പ്രതീക്ഷയാണ്, പ്രകാശമാണ്. ആ പരിശുദ്ധാത്മാവിനെ നമുക്കും സ്വീകരിക്കാം. അപ്പോസ്തലന്മാരിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവ് നമ്മളിലും ഇറങ്ങി വരട്ടെ. അങ്ങനെ ജീവിതത്തെ വാടിപ്പോയതൊക്കെ ഉണർവുള്ളതായി രൂപപ്പെടട്ടെ, തണുത്തുപോയതൊക്കെ ചൂടുള്ളതായി രൂപപ്പെടട്ടെ, മങ്ങി നിന്നതും മറഞ്ഞു നിൽക്കുന്നതുമൊക്കെ ഇനി വെളിച്ചത്തും വെട്ടത്തും എത്തപ്പെടട്ടെ. അടഞ്ഞു പോയതൊക്കെ തുറവിയുള്ളതായി മാറപ്പെടട്ടെ. ഭയപ്പെട്ടത് ഇരുന്നതെല്ലാം ധൈര്യമായി രൂപപ്പെടട്ടെ. കാഠിന്യമുള്ളതെല്ലാം മൃദുവായി രൂപപ്പെടട്ടെ. കാരുണ്യമുള്ള മനുഷ്യരെ പോലെ രൂപാന്തരപ്പെട്ട് ജീവിക്കുവാൻ, അങ്ങനെ ആത്മീയ ശക്തിയിൽ നിറഞ്ഞുകൊണ്ട് ജീവിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, പ്രഘോഷിക്കുവാൻ, ജീവിതം തന്നെ ഒരു സാക്ഷ്യമാക്കി രൂപപ്പെടുത്തുവാൻ ഈ പെന്തക്കോസ്ത അനുഭവങ്ങൾ നമ്മെ സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിലും നിറയണമേ, നയിക്കണമേ, ഞങ്ങളെയും പ്രകാശിപ്പിക്കണമേ. ആമേൻ.